എന്നാണ് അവസാനമായി അപ്പച്ചൻ്റെയും അമ്മയുടെയും കൈകളും കാലുകളും നിരീക്ഷിച്ചത്. മുറിവേറ്റ, ചെളി പുരണ്ട, കറകൾ വീണ, തഴമ്പുള്ള അവരുടെ കൈകളും കാലുകളും നമ്മോട് പറയുന്ന ചില സത്യങ്ങളുണ്ട്. ഈ ജീവിതത്തോട് അവർ നടത്തിയ ആത്മാർത്ഥതയാണ് അവരുടെ കൈകളും കാലുകളും മുറിവേൽക്കാനും വികൃതമാകാനും കാരണമായത്. ഭൗതികമായ ജീവിതത്തിൽ മുറിവുകളുണ്ടാകുന്നതും ഇതുപോലെ വടുക്കളുണ്ടാകുന്നതും സ്വാഭാവികമാണ്. ഇതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഉണ്ടാകാം മുറിവുകളും വടുക്കളുമെല്ലാം. നമ്മുടെ പിന്നെയും പിന്നെയുമുള്ള പാപവീഴ്ചകളും നിരാശകളും പരാജയങ്ങളുമെല്ലാം പലപ്പോഴും നമ്മുടെ ആത്മാവിലും വടുക്കളുണ്ടാക്കുന്നുണ്ട്. സാരമില്ല, ഒത്തിരി വടുക്കളും മുറിവുകളുമേറ്റ ആത്മാവുമായിട്ടാണോ നമ്മൾ ജീവിക്കുക? അത് നമ്മളെ ഒരു വിധത്തിലും സങ്കടപ്പെടുത്തേണ്ട കാര്യമല്ല. കാരണം മുൻപോട്ട് എഴുന്നേറ്റ് നടക്കാൻ പരിശ്രമിക്കുന്നവനാണ് പിന്നെയും വീണു പോകുക. ആധ്യാത്മിക ജീവിതത്തിലെ നമ്മുടെ പിഴവുകളെ ഓർത്ത്, പിന്നെയും സംഭവിക്കുന്ന വീഴ്ചകളെ ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം അതുവഴി ഉണ്ടാകുന്ന മുറിവുകൾ ആർക്കും മനസ്സിലായില്ലെങ്കിലും കർത്താവിന് മനസ്സിലാകും. പിന്നെയും എഴുന്നേറ്റ് നടക്കാൻ പരിശ്രമിക്കുന്നവനാണ് വീഴുക. ഒരിക്കലും എഴുന്നേൽക്കാൻ പരിശ്രമിക്കാത്തവൻ പിന്നെ ഒരിക്കലും വീഴുകയില്ലല്ലോ. നമ്മൾ എഴുന്നേറ്റും വീണും പിന്നെയും എഴുന്നേറ്റും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറുമ്പോൾ നമുക്കുണ്ടാകുന്ന മുറിവുകളും വടുക്കളും നമ്മളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താതിരിക്കട്ടെ. കാരണം മുകളിൽ നമ്മളെ ഇരു കൈകളും വിരിച്ച് കാത്തിരിക്കുന്നവൻ ഒത്തിരി മുറിവുകളേറ്റവനാണ്. നമ്മുടെ മുറിവുകളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവനാണ് ആ മുറിവേറ്റവൻ. നമുക്ക് അവൻ നമ്മെ തിരിച്ചറിയും, മനസ്സിലാക്കും എന്നുള്ള ആശ്വാസത്തിൽ അഭയം തേടാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ.